ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കിഡിലായിട്ടുള്ളൊരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും ചെയ്യും, നല്ല അടിപൊളി ടേസ്റ്റുള്ള മന്തിയാണ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു സ്പെഷ്യൽ മന്തിൻ്റെ റെസിപ്പി ആയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം. അപ്പോൾ തന്നെ ഞാൻ മന്തി ഉണ്ടാക്കാനായിട്ട് ഇവിടെ 1 കിലോ അരിയായിട്ട് എടുത്തിട്ടുള്ളത്. 1 കിലോ അരി വെച്ചാൽ നമ്മൾ സെല്ല ബസ്മതി റൈസ് ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് റൈസ് ഇട്ടാം. അപ്പോൾ നമ്മളിത് വൈറ്റ് റൈസ് ആണെങ്കിൽ നമുക്കിത് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. അതല്ല നമ്മൾ ഗോൾഡൻ കളറിലുള്ള ആ യെല്ലോ റൈസ് ഇല്ലേ, അത് എടുക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് കഴുകിയിട്ട് വെള്ളത്തിലിട്ടേക്കട്ടെ. അത്ര ടൈം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അവിടെ റൈസൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മസാല പൊട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല പൊട്ടി വെക്കണ മുന്നേ തന്നെ ഞാൻ റൈസ് വേവിക്കാനുള്ള വെള്ളം കൂടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ തമ്മിൽ പറയണ്ടല്ലോ, നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു മന്തിയാണ് ഇത്. നമുക്ക് ശരിക്കും അരമണിക്കൂർ കൊണ്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ റൈസിലേക്ക് 3/4 കിലോ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ 1 കിലോ തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു 10-12 പീസാക്കിയിട്ട്, ഒരുപാട് വലിയ പീസൊന്നുമല്ല, മീഡിയം സൈസിൽ വലുപ്പത്തിലുള്ള പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ട് ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഏലക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു 6-7 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 ഗ്രാമ്പൂ, ചെറിയ 2-3 കഷ്ണം പട്ട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മന്തി മസാലൻ്റെ പൊടിയും, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, വലിയ ജീരകത്തിൻ്റെ പൊടി, എത്ര പൊടി കാട്ടാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളക് നമ്മൾ ചേർക്കുമ്പോൾ ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കുക, ഒരുപാട് പൊടിഞ്ഞ കുരുമുളക് ചേർത്ത് കൊടുക്കുക ചെയ്തിട്ട്. അപ്പോൾ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മന്തി മസാലൻ്റെ പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിയുണ്ടായി ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ജീരകം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരു അരപ്പിടി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഭയങ്കര ടേസ്റ്റാണ് അത് ചേർത്ത് കഴിഞ്ഞാൽ. ഇതിൻ്റെ മസാലൻ്റെ ഫ്ലേവർ തന്നെ വ്യത്യാസം വരും. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബ് കേട്ടോ. മാഗി ക്യൂബ് 2 അല്ലെങ്കിൽ 3 വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 ചേർത്ത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ 2 ഉള്ളതുകൊണ്ട് 2 അപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് ബട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓയിൽ. അങ്ങനെ അപ്പോൾ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ മാഗി ക്യൂബും എല്ലതും നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടോ. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞ് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ചിക്കൻ ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മേലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കരുത്, ഇതുപോലെ പരത്തിയിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മന്തി റെഡിയായി കിട്ടുമ്പോൾ നമ്മളെ ചിക്കനൊക്കെ നല്ല നെരിഞ്ഞ പോലെ നമ്മൾ ഫ്രൈ ആക്കിയപ്പോൾ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചിക്കൻ പരത്തി തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മയത് ഒരു പ്രധാന ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചതായിരുന്നു ഞാനിത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഒരു ടീസ്പൂണ് നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് നല്ല പേസ്റ്റാക്കി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കട്ടെ. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ ഇത്തിരി കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുരുമുളക് പൊടി ഇത്തിരി കൂട്ടി കൊടുക്കുക. അങ്ങനെ ചെയ്യട്ടെ. സാധാ മുളക് പൊടി ഇതിലേക്ക് ഇടരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്യണില്ല. ഇനിയിപ്പോൾ ഞാൻ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതായിരുന്നു വെള്ളം. അതിപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമ്മൾ അരി ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി ഞാൻ വേറെ ഊറ്റി വെച്ചിട്ടൊന്നുമില്ല, സെപ്പറേറ്റ് നല്ല കഴുകി വെച്ചതായിരുന്നു. ആ കഴുകി വെള്ളം ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ അരി അങ്ങനെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ 3/4 ഭാഗത്തോളം വേവിച്ചാൽ മതി കേട്ടോ. 3/4 ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല വേവിക്കരുത്, 3/4 ഭാഗത്തോളം തന്നെ വേവിച്ചാൽ മതി. ഇത് ഇനി നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിക്കാനുള്ളതാണ്. അപ്പോൾ അത് 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഓട്ടപാത്രത്തിലേക്കൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. ഊറ്റിയെടുത്തിട്ട് വെള്ളം പോകാനായിട്ട് ഒരുപാട് നേരം മാറ്റി വെക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ടേ.
അപ്പോൾ അതൊന്ന് അവിടെ ഊറ്റി വെച്ചതിന് ശേഷം ഞാനിതാ കുക്കറിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ നമ്മൾ ചിക്കനിലിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ റൈസ് ഇതിന് മേലേക്ക് ഇട്ട ബട്ടറൊക്കെ ഒന്ന് ഉരുകി ആ ബട്ടറിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ ഒന്ന് വെന്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കനൊന്ന് നല്ല നെരിഞ്ഞ് വരും ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ ഉണക്കനാരങ്ങല്ലേ അതും ഞാൻ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ നമ്മളെ ചിക്കനിലേക്ക് നല്ല വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസില്ലേ അത് ഞാനൊന്ന് പകുതി ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള പകുതിയും കൂടെ ഞാൻ ഇട്ടിട്ട് നല്ലൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ റൈസൊക്കെ ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ചേർത്തിട്ട് നമ്മൾ ആ ചൂടോട് കൂടെ തന്നെ റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കും. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നമ്മൾ ബട്ടറൊക്കെ നമ്മൾ ചേർത്തണമല്ലോ, അപ്പോൾ കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ 3-4 പച്ചമുളക് ഞാൻ അതുപോലെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മളെ ബട്ടറൊക്കെ ഒന്ന് നല്ല ഉരുകി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചിരട്ട കണലാക്കിയിട്ട് ഒന്ന് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ കണൽ വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മന്തി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പുക അതോട് കൂടിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കണം. ഇനിയിപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ചെടുക്കുകയാണ്. സ്റ്റൗ കത്തിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യട്ടെ. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് തുറക്കരുത്, എയർ കളഞ്ഞിട്ട് തുറക്കരുത്. ഒരു 10 മിനിറ്റ് ഒരു 8 മിനിറ്റ് അങ്ങനെ വെക്കുക. കുക്കറിൽ എയർ ഫുള്ള് പോകുന്ന വരെ അങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ തുറക്കുക. അപ്പം നമ്മൾ കുക്കറിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഒക്കെ വെന്തിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങോട്ട് നമ്മളെ റൈസിൻ്റെ മേലേക്ക് വന്നിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം റൈസ് വേറെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മേലെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകില്ലേ അതൊക്കെ നല്ല വെന്തിട്ടും അതിൻ്റെ സ്മെല്ലും എല്ലതും കൂടെ ഒരു മിക്സ് ചെയ്ത സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊരു ബിരിയാണി ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഒക്കെ താഴെയാണല്ലോ, അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ അടി പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ മസാല ഒന്ന് നമ്മൾ മുഴുവനും ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ റൈസിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്ത് അടിപൊളിയായിട്ടുള്ള മന്തി, നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റുള്ള മന്തി. ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് ഇതിനൊന്ന് ഉണ്ടാക്കി വെക്കാം. ഇങ്ങനെ വേവിക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും ചിക്കന് വേവോ റൈസ് വേവ് കൂടുതൽ. അങ്ങനെ ഒന്നുമില്ല. ചിക്കൻ നിങ്ങൾ കണ്ടില്ല, എല്ലുമെന്നൊക്കെ ചിക്കൻ്റെ പീസ് വിട്ട് വന്നിട്ടുണ്ട്, അതേപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ റൈസും കണ്ടില്ല, നല്ല വെന്ത് നല്ല സോഫ്റ്റുള്ള റൈസാട്ടോ. നമ്മൾ ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ റൈസും മസാലയൊക്കെ ഇതുപോലെ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് വിളമ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നമ്മളെ റൈസൊക്കെ ഒന്നിങ്ങനെ ഒന്നിനോട് ഒട്ടാതെ ഇങ്ങനെ വേറിട്ട് നിൽക്കണില്ലേ. അതേപോലെ തന്നെ കേട്ടോ നമ്മൾ ചിക്കനും നല്ല വെന്തിട്ട് നല്ല നമ്മളെന്താ പറയുക ആക്കിയതില്ലേ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുക്കറിൽ ഞാൻ പറഞ്ഞില്ല പരത്തി വെച്ച് കൊടുത്തോണ്ട് നമുക്ക് ചിക്കൻ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ മന്തിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.